ഭാഗികമായിട്ടുള്ളൊരു ആശ്വാസമാണ്. വഖഫ് ബോർഡുകളെ റാഞ്ചിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിവിധ വ്യവസ്ഥകളാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഏകപക്ഷീയമായിട്ടൊരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷക്കാലം ആ വ്യക്തി മുസ്ലിം ആയിരിക്കണം. ആര് തീരുമാനിക്കും അത്? അതായത് വളരെ ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ കലക്ടറുടെ ഒരു പങ്കിനെക്കുറിച്ച്, അതായത് കലക്ടറുടെ മുമ്പിൽ വഖഫ് സംബന്ധിച്ചൊരു തർക്കം വന്നാൽ ആ നിമിഷം ആ ഒരു സ്വത്ത് വഖഫല്ലാതാകുമെന്നുള്ള വ്യവസ്ഥ. അതേപോലെ തന്നെ വഖഫ് ബോർഡുകളിൽ മുസ്ലിമേതര മതത്തിൽപ്പെട്ട ആൾക്കാരെ നിയമിക്കാം എന്നുള്ളത്. അത് പ്രകാരം കേന്ദ്ര വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിവാദപരമായിട്ടുള്ള ഏതാനും വ്യവസ്ഥകളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇത് ഭാഗികമായ ആശ്വാസമാണ്. ഈ വഖഫ് ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ബില്ല് എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പരിശോധനയിൽ നിലനിൽക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിലെ വിവാദപരമായ നിരവധി വ്യവസ്ഥകളാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് ഒരുപാട് വിവാദപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അന്തിമ വിധി വരുമ്പോൾ മറ്റ് വ്യവസ്ഥകളെ കൂടി സ്വാഭാവികമായിട്ടും സ്റ്റേയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.